അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് നടന്ന ഹബീബിന്റെ ഖുതുബയിൽ ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന അൻ യുഅ്തിയഹു സഹറത്തദ് ദുനിയ വ ബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ഒരടിമയോട് പറഞ്ഞു, ബൈന സഹറത്തി ദുനിയ, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളോടുകൂടെ ഇവിടെ നിൽക്കണമോ, വബൈന മാ ഇൻദഹു, അല്ലാഹുവിന്റെ അടുത്തുള്ളത് വേണോ എന്ന് ചോദിച്ചപ്പോ ഫഖ്താറ മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തുള്ളത് മതി എന്ന് പറഞ്ഞു. ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു വബകാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കരച്ചിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ, നബിയേ ഞങ്ങളുടെ ഉമ്മമാരും വാപ്പമാരും മരിച്ചു പോയാലും അങ്ങ് മരിക്കരുത് നബിയേ. അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറയാ, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, മാ യുബികി ഹാദ ശൈഖ്, ഈ പ്രായമായ സിദ്ദീഖ് എന്നവർ എന്തിനാണ് കരയുന്നത്? ഇൻ യകുനില്ലാഹു ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഏതോ ഒരാളോട് അല്ലാഹു തആല ചോദിച്ചു, ദുനിയാവിൽ നിൽക്കണോ എൻ്റെ അടുത്തേക്ക് പോരുന്നോ? അങ്ങനെ ഏതോ ഒരാളോട് ചോദിച്ചതിന് സിദ്ദീഖ് എന്നവർ കരയണം. എന്തിനാണ് ഈ കരച്ചിലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു. ആ കരച്ചിൽ കണ്ടപ്പോ പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരുന്നു ആ പറഞ്ഞത്. വകാന അബൂബക്കറിൻ അഅലമനാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആ വിഷയം ആദ്യം അറിഞ്ഞത്, ഏത് കാര്യവും ഏറ്റവും കൂടുതൽ അറിയുന്നതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. നിബിതങ്ങൾ തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നോട് അല്ലാഹു ഇവിടെ നിൽക്കണോ നബിയെ, മരണപ്പെട്ട് എൻ്റെ അരികത്തേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അത് സിദ്ദീഖ് എന്നവർക്ക് മനസ്സിലായി, ഇത് ഹബീബിനെ കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യാ അബാ ബക്കറിൻ ലാ തബ്കി, അബൂബക്കറേ നിങ്ങൾ കരയരുത്. റളിയല്ലാഹു അൻഹു, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കറിൻ, സമ്പത്ത് കൊണ്ടും ചങ്ങാത്തം കൊണ്ടും എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. വേറെ ആരും അത്രക്കില്ല. തങ്ങൾ പറയാണ്, വലൗ കുൻതു മുത്തഖിദൻ മിനന്നാസി ഖലീലൻ ലത്തഖദ്തു അബാ ബക്കറിൻ ഖലീലാ, ഞാൻ ആരെയെങ്കിലും ഏറ്റവും ഉറ്റ കൂട്ടുകാരനായി സ്വീകരിക്കുമെങ്കിൽ ലത്തഖദ്തു അബാ ബക്കറിൻ ഖലീലാ, എൻ്റെ ഖലീലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഖലീൽ അല്ലാഹുവിനോടേ പറ്റുള്ളൂ. ഖുല്ലത്തും സുഹ്ബത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. വലാകിൻ ഖുവത്തുൽ ഇസ്ലാമി വ മവദ്ദതുഹു, ഇസ്ലാമിൻ്റെ സാഹോദര്യവും ഇസ്ലാമിൻ്റെ സ്നേഹവും എനിക്ക് സിദ്ദീഖ് എന്നവരോട് ഒരുപാടുണ്ട്. എൻ്റെ ഖലീൽ എന്ന് ഞാൻ പറയുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനല്ലേ പറയാം. ഖലീലും സ്വാഹിബും അഖ് റഫീഖ് എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാർ, സഹോദരൻ എന്നൊക്കെയാണ്. പക്ഷെ ഖലീൽ എന്ന വാക്കിന് പ്രത്യേകത ഉണ്ട്. ഏറ്റവും പരമമായ സ്നേഹം, എന്ത് പറഞ്ഞാലും സ്വീകരിക്കുകയും ഒന്നിനും ഒരു നോ പറയാൻ പറ്റാത്ത വിധമുള്ള അങ്ങേയറ്റമുള്ള സ്നേഹബന്ധത്തിനാണ് ഖുല്ലത്ത് എന്ന് പറയാം. അതാണ് ഖലീലായി മാറുക. ഒരു ഖില്ല, ഒരു ഏറ്റവും നല്ല സൗഹൃദ ബന്ധം, അങ്ങേയറ്റത്തെ സൗഹൃദ ബന്ധം. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് നബി ഞങ്ങൾ പറയാം, ഞാനൊരു ഖലീൽ, എനിക്ക് ഒരു സൃഷ്ടിയിലും ഒരാളെയും എൻ്റെ ഖലീലാക്കൂല. ഖലീൽ ആരാണ്? അല്ലാഹു. നിഹായത്തുൽ മവദ്ദ, സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം എന്ന് പറയില്ലേ, അതിനാണ് ഖലീൽ. അങ്ങനത്തെ കൂട്ടുകാരനാണ് ഖലീൽ എന്ന് പറയാ. അത് അല്ലാഹു മാത്രമാണ്, അത് സൃഷ്ടികൾ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആവുമാ മനുഷ്യരിൽ ഒരു ഖലീലിനെ, എനിക്കൊരു അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സിദ്ദീഖ് തങ്ങളാകുമായിരുന്നു. പക്ഷേ വലാകിൻ ഖുവത്തുൽ ഇസ്ലാമി വ മവദ്ദതുഹു, ഞാൻ ഇസ്ലാമിലെ അല്ലാഹു അനുവദിച്ച ഏറ്റവും വലിയ സ്നേഹവും എൻ്റെ സൗഹൃദവും വെച്ച് പുലർത്തുന്നത് എൻ്റെ സിദ്ദീഖ് തങ്ങളോടാണ്. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ ബാബു അബീ ബക്കറിൻ. മദീനത്തെ പള്ളിക്ക് ചുറ്റും സ്വഹാബികളുടെ വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുമര് സങ്കല്പിക്കുക, പള്ളിയെന്ന് സങ്കല്പിക്കുക, ഈ ഹാള്, അപ്പുറത്ത് വീടിനായിരിക്കുക. ആ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? ഒരു ചുമര് പള്ളിക്ക് തുറക്കും. അപ്പം എന്ത് ചെയ്യും? നേരെ പള്ളിക്ക് വരാൻ പറ്റും.
അപ്പോൾ ഓരോ സൈഡിൽ നിന്നും ആളുകൾക്ക് പള്ളിയിലേക്ക് അവനവൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഡോറുണ്ട്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അവസാന കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആളുകൾ ഇങ്ങനെ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ തങ്ങൾക്ക് ഒന്നാമത് തങ്ങൾ രോഗിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു തിരക്ക് തങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ആ വാതിലുകളൊക്കെ അടഞ്ഞോട്ടെ, നേരെ വീട്ടിൽ നിന്ന് കയറി വരുന്നൊരവസ്ഥ വേണ്ട. ഇല്ല ബാബ അബീബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിലൊഴികെ അതോടന്നോട്ടെ. സിദ്ദീഖ് തങ്ങൾ എനി ടൈം എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ, ബാക്കിയുള്ളവർ പുറത്തുകൂടെ പള്ളിക്ക് സാധാരണ വരുന്ന വഴിക്ക് വന്നാൽ മതി, ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഡയറക്റ്റ് പള്ളിയിലേക്ക് വഴി അത് വേണ്ട എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുബ്ഖയന്ന ഫിൽ മസ്ജിദി ഖൗഖത്തുൻ ഇല്ലാ ഖൗഖത അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാതിലല്ലാതെ മറ്റൊന്നും ബാക്കി വെക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞ് അപ്പോൾ സിദ്ദീഖ് തങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടണം കൽബ് കൊണ്ട്.